ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് ഒരു കാര്യം പറയാനായിട്ട്. അതായത് എല്ലാ ഹെഡേക്കും നോർമൽ ഹെഡേക്ക് അല്ല. അതായത് എല്ലാ ഹെഡേക്ക് മൈഗ്രൻ ഹെഡേക്ക് അല്ല, അത് ന്യൂറാൾജി അല്ല, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ വെള്ളം കുടിക്കാനിട്ടല്ല, കുറെ നേരം ഫോണിൽ നോക്കിയിരിക്കുന്നതല്ല. അല്ലാത്ത കേസിലും നമുക്ക് ഹെഡേക്ക് ഉണ്ടാകാം എന്നാണ് പറയാൻ പോകുന്നത്. അതായത് റീസെന്റ് എനിക്ക് ഡയഗ്നോസ് ചെയ്തൊരു കണ്ടീഷനാണ് CVST അഥവാ സെറിബ്രൽ വീനസ് സൈനസ് ത്രോംബോസിസ്. പേര് പോലെ തന്നെ കേൾക്കാൻ അത്ര സുഖമുള്ള അസുഖമൊന്നുമല്ല, അനുഭവിക്കാനും അത്ര നല്ല സുഖമൊന്നും ഇല്ലാത്തൊരു അസുഖമാണ്. അപ്പം ഈ CVST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നോർമലി ആർട്ടറീസും വെയിൻസും ഉണ്ട്. വെയിൻസിനകത്ത് ഒരു ക്ലോട്ട് ഫോം ചെയ്യുന്നത് വഴി ഡെവലപ്പ് ആകുന്ന ഒരു കണ്ടീഷനാണ് ഈ CVST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രോപ്പർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ അതൊരു ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അപ്പം ആ പ്രോപ്പർ ആയിട്ട് നടക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ സ്ലോ ഡൗൺ ആവും അല്ലേ? അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല. അതുമൂലം ബ്രെയിനിലെ പ്രഷർ ഇൻക്രീസ് ആകും. നമ്മുടെ ബ്രെയിനിലെ പ്രഷർ എന്ന് പറയുന്ന പേരാണ് ഇൻട്രാക്രീനിയൽ പ്രഷർ, അതായത് ICP. ആ ICP കൂടും, ബ്രെയിൻ സ്വെല്ലിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ സംടൈംസ് അത് ബ്ലീഡിംഗിലേക്കും ലീഡ് ചെയ്യും. എനിക്ക് എന്തുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഡെവലപ്പ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എസൻഷ്യൽ ത്രോംബോസൈറ്റീമ, ഇറ്റ്സ് എ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡർ. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് സൈനസൈറ്റീസ്. പിന്നെ ഒന്ന് നമ്മുടെ ബോൺമാരോ ചെക്ക് ചെയ്യുമ്പോൾ ബോൺമാരോ ഒരു മ്യൂട്ടേഷൻ കാണാം, ജാക്ടി മ്യൂട്ടേഷൻ. അതൊരു ബ്ലഡ് ക്യാൻസറിന്റെ ഒരു വേരിയന്റ് ആണ്. അതുകൊണ്ടും നമുക്ക് ഈ കണ്ടീഷൻ ഡെവലപ്പ് ആകാം. എല്ലാവർക്കും ഈ ഒരു കാരണം കൊണ്ട് ഈ കണ്ടീഷൻ ഡെവലപ്പ് ആകണമെന്നില്ല. ഡീഹൈഡ്രേഷൻ കൊണ്ടുണ്ടാകും, ഓറൽ കോൺട്രാസെറ്റീവ്സ് പോലെ ഐ പിൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകാം, പിന്നെ ഹോർമോണൽ പിൽസ് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകാം, പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുണ്ടാകാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതുകൊണ്ടൊക്കെ ഡെവലപ്പ് ആകാമെന്നുള്ള കണ്ടീഷനാണിത്. പക്ഷെ ഇത് വളരെ റെയർ ആണ് കേട്ടോ. അത്ര എല്ലാവർക്കും ഉണ്ടാകണം, നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒരു അസുഖം അല്ല ഇത്. അത് ഡയഗ്നോസ് ചെയ്യാനും ഭയങ്കര പാടാണ്. ഞാൻ 1 year സഫർ ചെയ്തു ഹെഡേക്ക് ആയിട്ട്. ഡബിൾ വിഷൻ എനിക്ക് ഡെവലപ്പ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തത്. ഇതിനുണ്ടാകുന്ന ക്ലിനിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മെയിൻ സിംറ്റം ആണ് ഹെഡേക്ക്. അതായത് എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള പന്ന ഹെഡേക്ക് ആയിരിക്കും ഇതിനുണ്ടാവുക. അതായത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഹെഡേക്ക് ആയിരിക്കും. ഫോർ 48 hours അല്ലെങ്കിൽ 72 hours നമുക്ക് പെയിൻ ആയിരിക്കും. സംടൈംസ് പെയിൻ കില്ലർ എടുത്താൽ പോലും നമ്മുടെ പെയിൻ മാറത്തില്ല. അത്രയ്ക്ക് പന്ന ബാഡ് പെയിൻ ആയിരിക്കും. നമ്മുടെ ബ്രെയിൻ പ്രഷർ കൂടുന്നത് വഴി നമ്മുടെ കണ്ണിലെ പ്രഷറും കൂടാം. അതായത് കണ്ണിലെ പ്രഷർ എന്ന് പറയുന്ന പേരാണ് ഇന്റർ പ്രഷർ. കണ്ണിലെ പ്രഷർ കൂടുന്നത് വഴി നമുക്ക് വിട്രസ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ പാപ്പിലറി ഉണ്ടാകും നമ്മുടെ കണ്ണിനകത്ത്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് വഴി നമുക്ക് ബ്ലഡ് വിഷൻ ഉണ്ടാകും, ഡബിൾ വിഷൻ ഉണ്ടാകും. ചില കേസിൽ സീഷർ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ സ്ട്രോക്കിന്റെ സിംറ്റംസ് ഉണ്ടാകും. അതായത് വീക്ക്നെസ് ഉണ്ടാകും, വൺ സൈഡ് ഓഫ് ദ ബോഡി നമ്മൾ വീക്കായി പോകാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകും. പിന്നെ അങ്ങനെ കുറേ സിംറ്റംസ് ഒക്കെ ഭയങ്കര ടയർഡ് ആയിരിക്കും. എൻ്റെ ഒരു കാര്യം വെച്ച് തന്നെ നോക്കുമ്പോൾ ഞാൻ പറയാം, 2024 നവംബറിലാണ് എൻ്റെ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തത്. ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് 2025 എന്ന ഇയർ ഫുൾ എനിക്ക് ബാഡ് ആയിരുന്നു. കാരണം ആ ഫുൾ ഇയറിൽ ഞാൻ ഭയങ്കര ടയർഡ് ആയിരുന്നു, ഭയങ്കര വീക്ക് ആയിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡേ ഇല്ലായിരുന്നു. ലോസ്റ്റ് ലെവലിൽ ഞാൻ കിടക്കും. പക്ഷേ നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ കണ്ടീഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ട് മെഡിസിൻസ് കഴിക്കാം. ഈ ക്ലോട്ടിനെ അലിയിച്ച് കളയാൻ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറിയ ഹെഡേക്ക് വന്നാൽ പോലും അതിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. ഫസ്റ്റ് നമുക്കത് എന്ത് ടൈപ്പ് ഓഫ് സിംറ്റം ഉണ്ടായാലും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തണം. നമ്മൾ വെറുതെ ഇഗ്നോർ ചെയ്യരുത്. വെറും ഒരു മൈഗ്രൻ ഹെഡേക്ക് എന്ന് വെച്ച് വെറുതെ കളയരുത്. എന്ത് ടൈപ്പ് ഹെഡേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്താലും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. ഏർലി ട്രീറ്റ്മെന്റ് വഴി നമുക്ക് നമ്മുടെ ലൈഫും നമ്മുടെ ബ്രെയിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യുക. അപ്പം ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.